Okay, so good evening, Shabnam, Shabna, Niha, and Adila. Yes, so today we are going to continue the reported speech with some examples. Okay, and with today's class, we will be completing the direct and reported speech. This is part 3, that is, this is the third class for reported speech. നമ്മൾ ഫസ്റ്റ് 2 ക്ലാസ്സസിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണ്, ഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് ഫസ്റ്റ് പഠിച്ചു. ദെൻ വി സ്റ്റഡീഡ് വാട്ട് ഈസ് മെൻ ബൈ റിപ്പോർട്ടഡ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചും തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചു. ആൻഡ് ദെൻ വി ഓൾസോ ലേൺഡ് വാട്ട് ആർ ദ റൂൾസ് ഫോർ റിപ്പോർട്ടഡ് സ്പീച്ച്, how to change a direct speech to reported speech. When a tense changes, when a speech changes from direct speech to reported speech, the tense, subject and the number of the sentence also changes. The subject of the sentence changes, the tense of the sentence changes, and also you can see the punctuation marks also are not used in reported speech except full stop. Full stop മാത്രമാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ യൂസ് ചെയ്യുന്ന ഒരേ ഒരു നമ്പർ എന്ന് പറയുന്നത്, ഒരേ ഒരു പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്. Okay, so now we can check some examples. Before moving to the examples, നമുക്ക് ഇത് മാത്രം ഒന്ന് ഒരു റിവൈസ് ചെയ്ത് നോക്കാം. What are the rules for reporting a sentence? Am I audible? Can somebody confirm whether I am audible or not? Am I audible? എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? Yes, you can hear. Okay, okay. So നിങ്ങൾക്ക് എല്ലാവർക്കും audible ആണെന്ന് വിശ്വസിക്കുന്നു. Okay. Yes. Okay. No. Thank you. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ വാട്ട് ആർ ദ റൂൾസ് ഫോർ റിപ്പോർട്ടിംഗ് എ സെൻറ്റൻസ്, റിപ്പോർട്ടിംഗ് എനി സെൻറ്റൻസ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ള ഒരു സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ഫസ്റ്റ് റൂൾ സേസ് ബിഫോർ റിപ്പോർട്ടിംഗ് എ സെൻറ്റൻസ് ചെക്ക് വെദർ ദ ഡയറക്റ്റ് സ്പീച്ച് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കൊരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലുള്ള സെൻറ്റൻസ് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. സംടൈംസ് ദേ ക്യാൻ ഓൾസോ ബി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് വെദർ ദ സെൻറ്റൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു രീതിയിലായിരിക്കും, ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. Okay, now before reporting a direct speech, change the reporting verb into asked if it is a question. Okay, reported speechലേക്ക് നമ്മളൊരു ഡയറക്റ്റ് സ്പീച്ചിനെ മാറ്റുമ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെഡോ ടോൾഡോ യൂസ് ചെയ്യാം. ബട്ട് ഒരു ക്വസ്റ്റ്യനെ ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആസ്ക്ഡ് എന്നുള്ളതായിരിക്കണം നമ്മളവിടെ യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് വേർബ്. ഓക്കെ, ദ കോമൺലി യൂസ്ഡ് റിപ്പോർട്ടിംഗ് വേർബ്സ് ഏതൊക്കെയാണ്? The three commonly used reporting verbs എന്ന് പറയുന്നത് said, told and asked. Said, told, asked എന്നീ 3 പേരാണ് കോമൺ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 3 റിപ്പോർട്ടിംഗ് വേർബ്സ്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ യൂസ് സെഡ് ആൻഡ് ടോൾഡ്. ഈ സെഡും ടോൾഡും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ യൂസ് ചെയ്യാം. അതർവൈസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദെൻ യു ഹാവ് ടു യൂസ് ആസ്ക്ഡ്. ആസ്ക്ഡ് എന്നുള്ളത് വേണം നമ്മളവിടെ യൂസ് ചെയ്യാൻ. The third rule says the reporting verb and the reported speech must be in the same tense in some special cases. അപ്പോൾ മൂന്നാമത്തെ റൂൾ എന്താണ്, റിപ്പോർട്ടിംഗ് വേർബും റിപ്പോർട്ടഡ് സ്പീച്ചും റിപ്പോർട്ടിംഗ് വേർബും എന്തായിരിക്കണം, ചില കേസസിൽ സെയിം ടെൻസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം, സിമ്പിൾ പാസ്റ്റിനെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, റിപ്പോർട്ടിംഗ് വേർബും റിപ്പോർട്ടഡ് സ്പീച്ചും സെയിം ടെൻസിൽ അവിടെ വരുന്നുണ്ട്. അതേപോലെ സിമ്പിൾ പ്രസൻറ്റും ഇപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചും സിമ്പിൾ പ്രസൻറ്റൻസിൽ എഴുതാം. ഓക്കെ, അതേപോലെ റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ നിന്ന് നമ്മളൊരു സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൊണ്ടുപോകുമ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ആ സ്പീച്ചിനെയും വെക്കാം. ബട്ട് ഇപ്പോഴത്തെ റൂള് പറയുന്നത് നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കൂൾ പർപ്പസിന് വേണ്ടിയിട്ട് എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ പാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് പ്ലസ് V3 എന്ന് മനസ്സിൽ ഓർക്കുക. പക്ഷേ ജനറൽ ആയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് റൂൾസ് പറയുന്നത് സിമ്പിൾ പാസ്റ്റിനെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. Okay, now the fourth rule says the reported speech must follow the same number as that of the direct speech. ഡയറക്റ്റ് സ്പീച്ചിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലും സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം. ഓർ ഇഫ് ദ സബ്ജക്റ്റ് ഇൻ ദ ഡയറക്റ്റ് സ്പീച്ച് ഈസ് പ്ലൂറൽ
then the same plural subject should be used in the reported speech. Not the same subject. Same എന്ന് ഞാൻ പറയുന്നത് plural ആണെങ്കിൽ plural ആവണം, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ആവണം. പക്ഷെ ഇപ്പോൾ ഐ എന്നുള്ളതിനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കും ഐ എന്ന് എഴുതാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐനെ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് എന്നാക്കി നമ്മൾ മാറ്റുന്നു. എങ്ങനെ നോക്കിയാലും ഇവർ സിംഗുലർ തന്നെയല്ലേ, ഐ സിംഗുലർ ആണ്, അതേപോലെ ഹി ഷീ ഇറ്റും സിംഗുലേഴ്സ് ആണ്. ഇനി പ്ലൂറൽ സബ്ജക്റ്റ്, ഇപ്പോൾ വി എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ദേ എന്നായിട്ട് ചേഞ്ച് ആകും. ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം വരാം, ഐ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് അല്ലല്ലോ, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്നല്ലേ നമ്മൾ പഠിച്ചത് എന്ന്. സി, നമ്മൾ അതിനൊരു സബ്ജക്റ്റ് ആയിട്ട് മാത്രം കാണുകയാണെങ്കിൽ ഐ ഈസ് ഓൾവേസ് എ സിംഗുലർ സബ്ജക്റ്റ്. ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗുലർ സബ്ജക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് നമ്മൾ ഐനെ പറയുന്നത്. ഐനെ എന്താ പറയുന്നത്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നാണ് നമ്മൾ പറയുക. പക്ഷെ നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് പലപ്പോഴും പ്ലൂറൽ ഫോം ആയിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ, ഐയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഐ ലൈക്ക് എന്നാണോ നമ്മൾ പറയുക, ഐ ലൈക്സ് എന്നാണോ പറയുക? One simple example, I like ice cream. ഇതാണോ correct statement? I likes ice cream. ഇതാണോ correct statement? You can comment in the chat box. I like ice cream or I likes ice cream. Which one is the correct statement? Okay, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റും, ലൈക്ക് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോം ഓഫ് ദ വെർബാണ്, ലൈക്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ഫോം ഓഫ് ദ വേർബ് ആണ്. ഈ ലൈക്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. അപ്പോൾ ഐ ലൈക്സ് എന്ന് നമുക്ക് പക്ഷെ പറയുന്നില്ല. നമ്മൾ ഐ ലൈക്ക് ഐസ്ക്രീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. അപ്പോൾ ഈ ലൈക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ലൈക്ക് ആണോ സിംഗുലർ, ലൈക്സ് ആണോ സിംഗുലർ? ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം. വേർബിൻ്റെ ഫോം, V1 ഫോം ഓഫ് ദ വേർബ് തന്നെ നമുക്ക് സിംഗുലറിലും എഴുതാം പ്ലൂറലിലും എഴുതാം. V2 അങ്ങനെ പറ്റില്ല, V3യും അങ്ങനെ പറ്റില്ല. അപ്പോൾ V1 ഫോം തന്നെയാണ് ലൈക്കും ലൈക്സും. അതിൽ ഒന്ന് സിംഗുലർ ഒന്ന് പ്ലൂറൽ. V1 ഫോമിന് മാത്രമേ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ളൂ. സിംഗുലർ ഫോം പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞ് രണ്ടെണ്ണം വരുന്നു. മറ്റേതൊക്കെ എങ്ങനെയാണ്, V2 V3ക്കൊക്കെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും അവരെല്ലാവരുടെയും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറയൂ, വിച്ച് ഇസ് സിംഗുലർ, ലൈക്ക് ഓർ ലൈക്സ്? ദിസ് ഇസ് എ കോമൺ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ജനറൽ ക്വസ്റ്റ്യൻ. ലൈക്സ് ആണ് സിംഗുലർ, വെരി ഗുഡ്. ലൈക്സ് എന്ന് പറയുന്നതാണ് അവിടെ സിംഗുലർ. പക്ഷെ നമ്മൾ ഐ ലൈക്സ് ഐസ്ക്രീം എന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ലൈക്സ് സിംഗുലർ ആണ്, ഐയും സിംഗുലർ ആണ്, പക്ഷെ നമ്മൾ ഐ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയുന്നില്ല. നമ്മൾ എങ്ങനെ പറയുന്നുള്ളൂ, ഐ ലൈക്ക് ഐസ്ക്രീം എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഐനെ പ്ലൂറൽ ആയിട്ട് പലപ്പോഴും കാണുന്നത്. കാരണം ലൈക്ക് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേർബാണ്. ലൈക്ക് ഒരു പ്ലൂറൽ വെർബ് ആയതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു മിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില സമയങ്ങളിൽ ഐനെ സിംഗുലർ ആയിട്ടും ചില സമയങ്ങളിൽ ഐനെ പ്ലൂറൽ ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൂ ഈസ് ഐ ഇൻ ഇംഗ്ലീഷ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രൊനൗൺ. ഐ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രൊനൗൺ. ഇത്രയും അതിന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ വെറും ഐ ആരാണെന്ന് ചോദിച്ചാൽ, ഐ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ pronoun. This is the answer. I is the first person singular pronoun in English. But നമ്മൾ ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന വേർബുകളെല്ലാം എങ്ങനെയാണ്, പ്ലൂറൽ ഫോം ഓഫ് ദ വേർബുകളാണ്. ഐ ലൈക്ക്, ഐ ലവ്, ഐ സിങ്, ഐ ഡാൻസ്, ഐ ലിസൺ, ഐ പ്ലേ, ഐ ഈറ്റ്, ദിസ് ഗോസ് ഓൺ ലൈക്ക് ദിസ് എക്സെട്ര. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആവണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആവണം. ദിസ് ഈസ് കോൾഡ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ജോബിന് പോകുമ്പോൾ നമ്മളും ആ കമ്പനിയുമായിട്ട് നമ്മളൊരു അഗ്രിമെൻ്റ് എഴുതി കൊടുക്കണം. എല്ലാ കമ്പനീസിനും ഇല്ല, മോസ്റ്റ് ഓഫ് ദ ഫേമസ് കമ്പനീസിലൊക്കെ, ഓക്കെ, പോപ്പുലർ ആയിട്ടുള്ള റിനോൺഡ് കമ്പനീസിലൊക്കെ നമ്മൾ ബോണ്ട് എന്ന് പറയും. അതിന് നമ്മൾ ബോണ്ട് അവരൊക്കെ എഴുതി കൊടുക്കണം. എന്താണ് ആ ബോണ്ടിൽ പറയുന്നത്, നിങ്ങൾ മിനിമം ഇത്ര വർഷമെങ്കിലും ഈ കമ്പനിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. യു ഹാവ് ടു വർക്ക് ഇൻ ദിസ് കമ്പനി ഫോർ 3 years എന്ന്. ആ 3 years കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഗ്നേഷൻ വാങ്ങി പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആ ബോണ്ടിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്താൽ ദെൻ യു ആർ സപ്പോസ് ടു വർക്ക് ഇൻ ദറ്റ് കമ്പനി ഫോർ ദ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ്. 3 ആണെങ്കിൽ 3 years, 5 ആണെങ്കിൽ 5 years. ഇതെല്ലാ കമ്പനീസിലും ഞാൻ പറയുന്നില്ല, ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലും സ്മോൾ കമ്പനീസിലൊന്നും ഇത് അങ്ങനെ ഉണ്ടാവില്ല. വലിയ വലിയ കമ്പനികളിൽ പോകുമ്പോൾ നിങ്ങൾ ബോണ്ട് എഴുതി കൊടുക്കേണ്ടി വരും. അതിനെന്താ പറയുക, നമ്മൾ അഗ്രിമെൻ്റ് അല്ലേ അത്? ശരിക്കും നിങ്ങളും ആ കമ്പനിയും തമ്മിലുള്ള അഗ്രിമെൻ്റ് ആണ്, നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതേപോലെ സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നമ്മൾ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്.
എന്താണ് അഗ്രിമെന്റ്? ആരെങ്കിലും ചോദിച്ചാന്ന് വിചാരിക്കൂ. നിങ്ങളിപ്പോൾ 10th ഗ്രേഡിലുള്ള കുട്ടികളാണ്. വാട്ട് ഇസ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് ചോദിച്ചാൽ, ഇഫ് ദ സബ്ജക്ട് ഓഫ് എ സെന്റൻസ് ഇസ് സിംഗുലർ then the verb should also be singular, and if the subject is plural then the verb should also be plural. അങ്ങനെ നോക്കുമ്പോൾ ഐ സിംഗുലറും ലൈക്ക് പ്ലൂറലുമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഞാൻ എന്ത് പറയുന്നു? ഐ ഈസ് ഓൾസോ എ പ്ലൂറൽ സബ്ജക്റ്റ് ആൻഡ് ലൈക്ക് ഇസ് ഓൾസോ എ പ്ലൂറൽ വേർബ്. അപ്പോൾ സബ്ജക്റ്റും വേർബും പ്ലൂറൽ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കും. അതർവൈസ് ഐനെ നമ്മൾ എപ്പോഴും സിംഗുലർ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഒരാളല്ലേ ഉള്ളൂ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഐ സിംഗുലർ ആണ്. അതർവൈസ് ഐനെ നമ്മൾ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഐ ഈസ് എ പ്ലൂറൽ സബ്ജക്റ്റ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് ദ റിപ്പോർട്ടഡ് സ്പീച്ച് മസ്റ്റ് ഫോളോ ദ സെയിം നമ്പർ ആസ് ദാറ്റ് ഓഫ് ദ ഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലും സിംഗുലർ സബ്ജക്റ്റ് ആവണം. ആൻഡ് ഡയറക്റ്റ് സ്പീച്ചിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലും പ്ലൂറൽ സബ്ജക്റ്റ് ആവണം. സബ്ജക്റ്റ് മാറും, പക്ഷെ പ്ലൂറൽ തന്നെ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, സോ വി വിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സാമ്പിൾസ്. വളരെ ഈസി ആയിരിക്കും. ചേഞ്ച് ദ സെന്റൻസസ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച്. മെൻഷൻ ദ ടെൻസ് ഓഫ് ഈച്ച് സെൻറ്റൻസ്. ഞാൻ നിങ്ങൾക്ക് ഓരോ സെൻറ്റൻസിൻ്റെയും ടെൻസ് ബ്രാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദ ഫസ്റ്റ് വൺ. മായ ടെൽസ് ഹെർ മദർ ഐ ലവ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് ആണെന്ന് കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കും? കോമ ഉണ്ടാവും, കോട്ട്സ് ഉണ്ടാവും, അല്ലേ? കോമയും കോട്ട്സും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് സ്പീച്ച്. ഇതൊന്നും ഇല്ലാണ്ട് വെറും ഫുൾ സ്റ്റോപ്പ് മാത്രം ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ മായ ടെൽസ് ഹെർ മദർ ഐ ലവ് ഡാർക്ക് ചോക്ലേറ്റ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മായ ടെൽസ് ഹെർ മദർ. അപ്പോൾ ടെൽസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ്. റിപ്പോർട്ടിംഗ് വേർബ് ഏത് ടെൻസിലാണുള്ളത്? ടെൽസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ V1 ഫോമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ V1 ഫോമിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ V1 ഫോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ മായ ടെൽസ് ഹെർ മദർ ദാറ്റ് ഐ ലവ് ഡാർക്ക് ചോക്ലേറ്റ്സ് എന്നുള്ളത് മാറി എന്താവും? ഷീ ലവ്സ് ഡാർക്ക് ചോക്ലേറ്റ്സ് എന്നായിട്ട് മാറും. എന്തുകൊണ്ട് അവിടെ ഷീ എന്ന് വന്നു? ബിക്കോസ് മായ എന്ന് പറയുന്നത് ഒരു ഗേളിൻ്റെ നെയിമാണ്. അപ്പോൾ ഇപ്പോൾ മനു എന്നായിരുന്നെങ്കിൽ ഹീ എന്ന് നമ്മൾ ചേഞ്ച് ചെയ്തേനെ. അപ്പോൾ മായ ടെൽസ് ഹെർ മദർ ഐ ലവ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ദിസ് ചേഞ്ചസ് ഇൻ ടു മായ ടെൽസ് ഹെർ മദർ ദാറ്റ് ഷീ ലവ്സ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ആൻഡ് ഇവിടെ നോക്കൂ, റിപ്പോർട്ടിംഗ് വേർബും റിപ്പോർട്ടഡ് സ്പീച്ചും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഷീ ലവ്ഡ് ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് എഴുതുന്നില്ല, ഷീ ലവ്സ് എന്നേ എഴുതുന്നുള്ളൂ. കാരണം എന്താണ്? റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെക്കാം. റൂൾ നമ്പർ 1, ഫസ്റ്റ് റൂൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ വെക്കുന്നത്. നൗ മൂവിങ് ടു ദ സെക്കൻഡ് എക്സാമ്പിൾ. വീണ ടെൽസ് ഹെർ ബ്രദർ ചെന്നൈ ഈസ് ടു ഹോട്ട്. വീണ അവളുടെ ബ്രദറോട് പറയുന്നു. ടെൽസ് മീൻസ് പറയുന്നു, ടോൾഡ് എന്ന് വെച്ചാൽ പറഞ്ഞു, അപ്പോൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ വീണ ടെൽസ് ഹെർ ബ്രദർ ചെന്നൈ ഈസ് ടു ഹോട്ട്. അപ്പോൾ ഇതും അഗെയിൻ എന്താണ്? പ്രസന്റ് ടെൻസ് തന്നെയല്ലേ? വീണ ടെൽസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ്, ചെന്നൈ ഈസ് ടു ഹോട്ട്, അപ്പോൾ അഗെയിൻ പ്രസന്റ് ടെൻസ്. സോ യു ക്യാൻ റിപ്പോർട്ട് ഇറ്റ് ആസ് വീണ ടെൽസ് ഹെർ ബ്രദർ ദാറ്റ് ചെന്നൈ ഈസ് ടു ഹോട്ട്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. റിപ്പോർട്ടിംഗ് വേർബും റിപ്പോർട്ടഡ് സ്പീച്ചും പ്രസന്റ് ടെൻസിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും. നൗ ദ തേർഡ് വൺ is a question. ശ്രദ്ധിക്കുക. മഹേഷ് asks his friend, do you like pizza? മഹേഷ് asks his friend. മഹേഷ് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് asks എന്ന് പറയുന്നത്. asks his friend, do you like pizza? മഹേഷ് അവൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, നിനക്ക് പിസ്സ ഇഷ്ടമാണോ? സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, മഹേഷ് asks his friend, അത് വേറെ അങ്ങനെ തന്നെ എഴുതുക, ദാറ്റും എഴുതുക. ഡസ് ഹീ ലൈക്ക് പിസ്സ? അതൊരു മെത്തേഡ്. ഇതിനെ നമുക്ക് 2 മെത്തേഡ്സിൽ 3 മെത്തേഡ്സിൽ എഴുതാൻ പറ്റും. 2 to 3 മെത്തേഡ്സിൽ എഴുതാം. Either you can write Mahesh asks his friend that does he like pizza, അല്ലെങ്കിൽ Mahesh asks his friend if he likes pizza, അല്ലെങ്കിൽ Mahesh asks his friend whether he likes pizza. 3 ടൈപ്സിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? Mahesh asks his friend that does he like pizza. അങ്ങനെ ആകുമ്പോൾ ഡസ് വരുന്നു. ഡസ് വന്നിട്ട് സിംഗുലർ ഹീ ആയതുകൊണ്ടാണ് ഡസ് വന്നത്. Mahesh asks his friend whether he likes pizza, or Mahesh asks his friend if he likes pizza. എങ്ങനെ നോക്കിയാലും ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. എന്തുകൊണ്ട് അവിടെ ഫ്രണ്ടിനെ നമ്മൾ ഹീ എന്ന് ആക്കുന്നത്? ഷീ ആക്കിക്കൂടെ? ആക്കാലോ. മഹേഷിന്റെ ഫ്രണ്ട് പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് ഷീ എന്ന് വിളിക്കാം. മഹേഷ് asks his friend that does she like pizza. ചെയ്യാം, തെറ്റൊന്നുമില്ല. ഇവിടെ നമ്മളോട് ഫ്രണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഡു യു ലൈക്ക് പിസ്സ? അവിടെ ജെൻഡർ പറയുന്നില്ല.
മഹേഷിന്റെ ഫ്രണ്ട് ഗേൾ ആവാം ബോയ് ആവാം. അപ്പൊ നമ്മളൊരു എന്താ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്ത് ഹീ ആണായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഹീ യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഹീ ഷീന്റെ ഒക്കെ കൂടെ ഡസ് ആണ് വരുന്നത്. ഗോട്ട് ഇറ്റ്. നൗ ഫോർത്ത് വൺ നോക്കുക. അമർ റിക്വസ്റ്റ്സ് അമൽ പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഇതൊരു കമാൻഡ് ആണ്, അല്ലെങ്കിൽ ഇതൊരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ സെന്റൻസസും റിക്വസ്റ്റ് ആയിട്ട് മാറും. സോ പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ, വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് ഇസ് ദിസ്? പറയൂ പറയൂ. നിങ്ങൾ ഫസ്റ്റ് 2 ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് സെന്റൻസസ്. എന്ത് ടൈപ്പാണത്? പറയൂ. കമോൺ യാർ, ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരാണ്. പറയൂ, എന്താണ് പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ? ഇതിന് എന്ത് ടൈപ്പ് സെന്റൻസ് എന്ന് പറയും? കമാൻഡ്സ്, റിക്വസ്റ്റ്സ്, ഓർഡർ, വാർണിംഗ്സ്, ഇതിനൊക്കെ എന്താ പറയാ? പറഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല, ഞാൻ പറയും. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാവും, നിങ്ങളൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതപ്പം ഞാൻ മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. എൻ്റെ മൈൻഡിൽ നിങ്ങളെ കുറിച്ചിട്ടൊരു ഇംപ്രഷൻ ഉണ്ട്. നിങ്ങൾ നല്ല പിള്ളേരാണ്, നല്ലോണം പഠിക്കും, എൻ്റെ സ്റ്റുഡൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ കൂടെ പെർഫോം ചെയ്താലല്ലേ അതിന് 100% അത് ട്രൂ ആവുള്ളൂ. മറ്റേത് ഞാൻ എന്തോന്ന് പറയുന്നു, നിങ്ങൾ എന്തോന്ന് പറയുന്നു, പഠിക്കുന്നു എന്ന് പോലെ ആവില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? യെസ്, ദിസ് ഇസ് ആൻ ഇംപെറേറ്റീവ് സെന്റൻസ്. അപ്പൊ എന്താണ്? പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ, ദിസ് ഇസ് ആൻ ഇംപെറേറ്റീവ് സെന്റൻസ്. സോ ഇംപെറേറ്റീവ് സെന്റൻസസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സ്ട്രക്ചറിൽ ഒരു മാറ്റം വരുത്തും. സിമ്പിൾ പ്രസന്റൻസ് തന്നെയാണത്, പക്ഷെ അമർ റിക്വസ്റ്റ് അമൽ ടു നോട്ട് ഗോ ദാറ്റ് വേ എന്നായിട്ട് മാറും. അമർ റിക്വസ്റ്റ് അമൽ പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ. അതിൽ ആ പ്ലീസ് ഒക്കെ നമ്മൾ റിപ്പോർട്ടഡിൽ എഴുതാൻ പാടില്ല, പ്ലീസ് ഒക്കെ എടുത്ത് നമ്മൾ റിമൂവ് ചെയ്തേക്കണം. അപ്പൊ അമർ റിക്വസ്റ്റ് അമൽ ഡോണ്ട് ഗോ ദാറ്റ് വേ എന്ന് എഴുതരുത്, ടു നോട്ട് ഗോ ദാറ്റ് വേ. അമർ റിക്വസ്റ്റ് അമൽ ടു നോട്ട് ഗോ ദാറ്റ് വേ. ദിസ് ഇസ് ഓൾസോ ഇൻ ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി ലാസ്റ്റ് വൺ നോക്കാം. ഷഹീൻ സേസ് ടു ഹിംസെൽഫ് ഐ ആം ബ്ലെസ്ഡ് ടു ബി ആൻ ഇന്ത്യൻ. ഷഹീൻ അവനോട് തന്നെ പറയുന്നു ഐ ആം ബ്ലെസ്ഡ് ടു ബി ആൻ ഇന്ത്യൻ. അപ്പൊ this is also in the simple present tense. So you can say Shaheen says to himself that he is blessed to be an Indian. This is also in simple present tense. Okay, അതിലേക്ക് അറിയോ എന്താണ് നമ്മൾ ഇവിടെ ഫോർത്ത് എക്സാമ്പിളിൽ പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ എന്നൊരു സെന്റൻസിൽ പറയുന്നുണ്ടല്ലോ, അമർ റിക്വസ്റ്റ് അമൽ പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ. ഇത്തരം സെന്റൻസസിനെ നമ്മൾ എന്താ പറയാ? ഇനി ഐഡിയ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പ്ലീസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസിനെ നമ്മൾ എന്ത് പറയും? എന്ത് പേരിലാണ് പറയുന്നത്? Imperative. Exactly, very good. Imperative sentences. ഇംപെറേറ്റീവ് സെന്റൻസസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു മാറ്റം മാത്രം വരുത്തുന്നു. ഇപ്പൊ അമർ റിക്വസ്റ്റ് അമൽ പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് വേ എന്ന് പറയുന്നുണ്ടിന്, അങ്ങനെ പറയുന്നതിന് നമ്മൾ അമർ റിക്വസ്റ്റ് അമൽ ടു നോട്ട് ഗോ ദാറ്റ് വേ അങ്ങനെയാക്കി നമ്മൾ മാറ്റുന്നു. പക്ഷെ ടെൻസ് ഒന്നും മാറുന്നില്ല, സബ്ജക്റ്റ് മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. ജസ്റ്റ് അതിന്റെ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അപ്പുറത്തിപ്പുറത്ത് മാറ്റി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. കാരണം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റൈല് വേറെ പോലെ ആയിരിക്കണം. മറ്റേത് അമർ റിക്വസ്റ്റ് അമൽ ഡോണ്ട് ഗോ ദാറ്റ് വേ അങ്ങനെ പറഞ്ഞാൽ ദാറ്റ് ഡസന്റ് ലുക്ക് ലൈക്ക് എ റിപ്പോർട്ടഡ് സ്പീച്ച്. അതുകൊണ്ടാണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ വരുന്നതാണ്, ഒന്ന് രണ്ടെണ്ണം മാത്രം സിമ്പിൾ പാസ്റ്റിൽ വരുന്നുണ്ട്. യെസ്, ഓരോരുത്തരായിട്ട് റീഡ് ചെയ്യുക. ആദില, യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഓൾസോ. ക്വസ്റ്റ്യനും റീഡ് ചെയ്യുക, ആൻസറും റീഡ് ചെയ്യുക കേട്ടോ. യെസ് ആദില. Gobal utters to Gobi, I will become a lawyer. Gopal utters to Gobi that he will become a lawyer. ഓക്കെ, ആദില ഇൻഡിപെൻഡൻസ് ഡേന്റെ ക്വിസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? Yes, ma'am. ഓക്കെ, ഗ്രൂപ്പിൽ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ള 2 സ്റ്റുഡൻസിന് അത് ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ടൈം ഉണ്ട്. ഇന്ന് 10 o'clock വരെ നമ്മൾ രജിസ്ട്രേഷൻസ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. ബിക്കോസ് നമുക്ക് അതിനനുസരിച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഡേറ്റ് ഒക്കെ നാളെ ഉച്ച വരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നാൽ നമുക്കത് സെറ്റ് ആവില്ല, കാരണം കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റില്ല. സോ ഇന്ന് 10 o'clock 10 PM രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. ഇപ്പോഴും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യൂ, ഞാൻ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം. രജിസ്ട്രേഷൻ്റെ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദിയ ആൻഡ് ഷബ്ന,
റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ക്വിസിൽ ചോദിക്കുള്ളൂ. കുറച്ച് GK ആണ്. ക്വിസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി നമ്മൾ GK ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ റെഡി ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ അറ്റംപ്റ്റ് ചെയ്യുക. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈവൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് പ്രൈസ്, എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടോ എല്ലാവർക്കും നമ്മൾ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ആകെ 2 പേര് മാത്രമേ നമ്മുടെ സീപ് ഗ്രൂപ്പിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് കുട്ടികളും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. സോ പ്ലീസ് ട്രൈ ടു ജോയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഗോപാൽ അട്ടേഴ്സ് ടു ഗോപി ദാറ്റ് ഹി വിൽ ബിക്കം എ ലോയർ. ദിസ് ഈസ് ഓൾസോ ഇൻ ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇപ്പം നമ്മളൊരു കാര്യം പഠിച്ചു, വില്ലിനെ വുഡാക്കി മാറ്റണം എന്നൊരു കേസ് പഠിച്ചില്ലേ നമ്മൾ? വിൽ ഷുഡ് ചേഞ്ച് ഇൻ ടു വുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അത് എപ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത്? വില്ലിനെ വുഡാക്കി മാറ്റേണ്ടത് എപ്പോഴാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ. അത് നിങ്ങൾ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കും. ഇവിടെ നോക്കൂ, ഗോപാൽ അട്ടേഴ്സ് ടു ഗോപി എന്ന് പറയുമ്പോൾ അട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നുള്ള മീനിങ് തന്നെയാണ്. ടോൾഡ്, സെഡ് എന്നുള്ള മീനിങ്, സേസ് അല്ലെങ്കിൽ ടെൽസ് എന്നുള്ള മീനിങ് ആണ് അട്ടേഴ്സ്. അപ്പോൾ അട്ടേഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണുള്ളത്, അല്ലെങ്കിൽ V1 ഫോമിലാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പക്ഷെ അത് മനസ്സിലാവും. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് പ്രസന്റ് ടെൻസിലാണ്. അട്ടേഴ്സ് എന്നുള്ളത് സേസ്, ടെൽസ് എന്നൊക്കെ പറയുന്ന പോലെ V1 ഫോമിൽ. അടുത്തതിൽ പക്ഷെ അത് V2 ഫോം ആവും. നോക്കാം. ദിയ, യു ക്യാൻ റീഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Yes, ma'am. Monica said to herself, I will visit America. Answer. Monica said to herself that she would visit America. Simple past. Very good. So here you can see Maunika said to herself, I will visit America. മൗനിക അവളോട് തന്നെ പറഞ്ഞു, എന്ത്? ഞാൻ അമേരിക്ക വിസിറ്റ് ചെയ്യും. അപ്പൊ സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലുള്ള റിപ്പോർട്ടിംഗ് വേർബാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വില്ലിനെ വുഡാക്കി മാറ്റണം. നേരത്തെ നമുക്കത് വേണ്ടി വന്നില്ല, ബിക്കോസ് അട്ടേഴ്സ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റിലായിരുന്നു. അപ്പൊ വില്ലിനെ വില്ല് ആയിട്ട് തന്നെ നമ്മൾ വെച്ചു. So the reported speech is, Maunika said to herself that she would visit America. This is in simple past tense. Okay, now the third example. Shabna, you can read the third one. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പിള്ളേരെ വായിച്ചു തരൂ കേട്ടോ. കുറച്ച് നമുക്ക് സ്പീഡായിട്ട് പോവാം മക്കളെ, കാരണം ഇന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യണം. Ranjini said to the teacher, "You are really amazing." Ranjini said to her teacher that she was really amazing. Simple past. ഓക്കെ, സോ ഇവിടെ രഞ്ജനി സെഡ് ടു ദ ടീച്ചർ എന്നുള്ളത് ഇവിടെ സെഡ് ടു ദ ടീച്ചർ എന്ന് തന്നെയാണ് വരേണ്ടത് കേട്ടോ. ആൻസറിൽ ഞാനത് ബൈ മിസ്റ്റേക്ക് ഹെർ ടീച്ചറിനായി പോയതാണ്. ക്വസ്റ്റ്യനിൽ എങ്ങനെ തന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ആൻസറിൽ എഴുതാൻ നോക്കുക കേട്ടോ. സോ രഞ്ജനി സെഡ് ടു ദ ടീച്ചർ, യു ആർ റിയലി അമേസിങ്. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ യു ആർ റിയലി അമേസിങ് എന്ന് പറയുന്നതിന് ഷീ വാസ് റിയലി അമേസിങ് പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബും റിപ്പോർട്ടഡ് സ്പീച്ചും സെയിം ടെൻസിൽ വരുന്നുണ്ട്. രഞ്ജനി സെഡ് ടു ഹെർ ടീച്ചർ ദാറ്റ് ഷീ വാസ് റിയലി അമേസിങ്. ദിസ് ഇസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫോർത്ത് വൺ. ആദില. Mr. Das orders, bring me a cup of coffee and snacks. Mr. Das orders to bring him a cup of coffee and snacks. Simple present. Okay, so Mr. Das orders, bring me a cup of coffee and snacks. So this is also an imperative sentence. ഒരു കമാൻഡ് ആണല്ലോ. എനിക്കൊരു കപ്പ് കോഫിയും സ്നാക്സും കൊണ്ടുവരൂ, അതൊരു കമാൻഡ് ആണ്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർഡേഴ്സ് ടു ബ്രിങ് മീ എന്നുള്ളതിന് ബ്രിങ് ഹിം എന്നാവും. ബിക്കോസ് ഇവിടെ മിസ്റ്റർ ദാസ്, മിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മിസ്റ്റർ ദാസ് ഓർഡേഴ്സ് ടു ബ്രിങ് ഹിം എ കപ്പ് ഓഫ് കോഫി ആൻഡ് സ്നാക്സ്. നേരെ മറിച്ച് ഇവിടെ മിസ്സസ് ദാസ് എന്നായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു? എങ്ങനെ വരുമായിരുന്നു ഷാദിയ? മിസ്സസ് ദാസ് എന്നായിരുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെ വരും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവോ? ദിയ ഓർ ആദില, എനിവൺ, എയ്തർ ഓഫ് യു? ഒന്നുമില്ല, മിസ്റ്റർ ദാസിന് പകരം മിസ്സസ് ദാസ് ആയിരുന്നെങ്കിൽ അവിടെ എന്ത് മാറ്റം വരും? Mrs. Das orders to bring her a cup of coffee and snacks. Very good. Mrs. Das orders to bring her. Mrs. Das orders to bring her Yes, I heard a cup of coffee and snacks. Yes, very good. Mrs. Das orders to bring her a cup of coffee and snacks. അങ്ങനെ മാറുമായിരുന്നു. ഓക്കെ, അപ്പോൾ ജെൻഡർ നോക്കിയിട്ട് നമ്മൾ ഹിം, ഹെർ അതൊക്കെ ഡിസൈഡ് ചെയ്ത് കൊടുക്കുക. തിരക്കിൽ എഴുതി പോവല്ലേ, കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കിനൊക്കെ അവർ 1/2 മാർക്ക് കുറയ്ക്കും. അപ്പോൾ കഴിയുന്നത് അതിലൊക്കെ നല്ല ഫുൾ സ്കോർ എടുക്കാൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദിയ.
Yes, ma'am. Vani measured the cloth and says it's 2 meters long. Answer. Vani measured the cloth and says that it is 2 meters long. Simple present. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വാണി മെഷേർഡ് ദ ക്ലോത്ത് ആൻഡ് സേസ്. അപ്പോൾ ഇവിടെ സേസ് എന്ന് പറയുന്നതല്ലേ റിപ്പോർട്ടിംഗ് വേർബ്. അപ്പോൾ സേസ് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് 2 meters ലോങ്, അതിനെയും സിമ്പിൾ പ്രസന്റിന്റെ സിമ്പിൾ പ്രസന്റിൽ തന്നെ വെക്കാം. അപ്പോൾ വാണി മെഷേർഡ് ദ ക്ലോത്ത് ആൻഡ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് 2 meters ലോങ്. ചിലവർ എന്ത് വിചാരിക്കും, മെഷേർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മളപ്പോൾ സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണോ? അല്ല, നമ്മൾ അതിനെ മെഷേർഡിനെ അല്ല നോക്കേണ്ടത്, നമ്മൾ റിപ്പോർട്ടിംഗ് വേർബിനെയാണ് നോക്കേണ്ടത്. റിപ്പോർട്ടിംഗ് വേർബ് ഏതാണ്? സേസ്. അതിപ്പോൾ സെഡ് ആയിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരി, പാസ്റ്റിലേക്ക് മാറ്റണം. ഇത് സേസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് അല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇറ്റ് ഇസ് 2 meters ലോങ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, നൗ വി വിൽ ഡു വൺ തിങ്. ഇതൊന്ന് ഞാനൊന്ന് റെഡി ആക്കട്ടെ, ഒരു സെക്കൻഡ്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ഇതിൻ്റെ ഫോണ്ട് എങ്ങനെ ഇത്ര ചെറുതായി എന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് സൂം ചെയ്തു തരാം നിങ്ങൾക്ക്. Okay, this is okay, അല്ലേ? Yes. So change the following into reported speech and mention the tense of each sentence. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ഫ്യൂച്ചറും പിന്നെ വീണ്ടും ഒരു ടെൻസ് കൂടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. യെസ്, ഷബ്ന, യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് വൺ. ഷബ്ന, ആദില, ദിയ, ആ ഓർഡറിൽ പോവാം. യെസ് ഷബ്ന. യെസ് ഷബ്ന, റീഡ് ചെയ്തോളൂ. ഓക്കെ, ആദില റീഡ് ചെയ്തോളൂ. അതിലയുടെ വോയിസ് നല്ല ബ്രേക്ക് saying I lost my chance. Mohan will saying that he lost his chance. Okay. So Mohan will repent saying I lost my chance. Repent ചെയ്യാന്ന് പറഞ്ഞാൽ കുറ്റബോധം അല്ലെങ്കിൽ എന്താണ്, കുറ്റബോധം തോന്നുന്നതിനെയാണ് നമ്മൾ റിപ്പൻഡ് ചെയ്യാന്ന് പറയുന്നത്. സോ മോഹൻ വിൽ റിപ്പൻഡ് സേയിങ് ഐ ലോസ്റ്റ് മൈ ചാൻസ്. അപ്പോൾ വിൽ റിപ്പൻഡ് എന്ന് പറയുമ്പോൾ വിൽ പ്ലസ് V1, അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിലാണ് റിപ്പോർട്ടിംഗ് വേർബ് ഇവിടെ പറയുന്നത്. വിൽ റിപ്പൻഡ് സേയിങ് ഐ ലോസ്റ്റ് മൈ ചാൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മോഹൻ വിൽ റിപ്പൻഡ് സേയിങ് ദാറ്റ് ഹീ ലോസ്റ്റ് ഹിസ് ചാൻസ്. അപ്പം ഹീ ലോസ്റ്റ് ഹിസ് ചാൻസ് എന്നായിട്ട് മാറും. വേറെ ഒരു മാറ്റവും നമ്മളവിടെ വരുത്തുന്നില്ല. അതായത് റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ ഫ്യൂച്ചറിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് ടെൻസിൽ തന്നെ സെന്റൻസിനെ വെക്കുന്നു. സോ മോഹൻ വിൽ റിപ്പൻഡ് സേയിങ് ദാറ്റ് ഹീ ലോസ്റ്റ് ഹിസ് ചാൻസ്. മോഹൻ എന്ന് പറയുന്നത് മെയിൽ ആയതുകൊണ്ട് ഹീ എന്ന് നമ്മൾ പറയുന്നു. ദിസ് ഇസ് ഇൻ സിമ്പിൾ ഫ്യൂച്ചർ. യെസ്, നെക്സ്റ്റ് വൺ, ദിയ, യു ക്യാൻ റീഡ് ഇറ്റ്. Yes, ma'am. Savita will tell her enjoy the tour with your friends. Answer. Savita will tell her friend to enjoy the tour with her friends. Simple future. Okay. So Savita will tell her enjoy the tour with your friends. Savita അവളോട് പറയും നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ എൻജോയ് ചെയ്തിട്ട് വരൂ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സവിത വിൽ ടെൽ ഹെർ ടു എൻജോയ് ദ ടൂർ വിത്ത് ഹെർ ഫ്രണ്ട്സ്. നിങ്ങൾക്കൊരു എന്താ പറയുക അഡീഷണൽ ആയിട്ട് തന്നതാണ്. സവിത വിൽ ടെൽ ഹെർ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. അത് ഫ്രണ്ട് ആവാം, സിസ്റ്റർ ആവാം, ആര് വേണമെങ്കിലും ആവാം. അതൊരു ഇമാജിനേഷൻ മാത്രമാണ്. ഓക്കെ, ഹെർ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് നമുക്ക് അറിയില്ല, അതൊരു ഇമാജിനേഷൻ മാത്രമാണ്. സോ സവിത വിൽ ടെൽ ഹെർ ടു എൻജോയ് ദ ടൂർ വിത്ത് ഹെർ ഫ്രണ്ട്സ്. അത്രയും എഴുതിയാലും മതി. അത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായി. ഓക്കെ, നൗ ദ ലാസ്റ്റ് വൺ ഞാൻ റീഡ് ചെയ്യാം. ജാനകി വിൽ റിപ്ലൈ ഐ വിൽ നോട്ട് ബി അവൈലബിൾ ഫ്രം സൺഡേ. അതായത് ജാനകി ഇങ്ങനെ റിപ്ലൈ ചെയ്യും, എങ്ങനെ, ഐ വിൽ നോട്ട് ബി അവൈലബിൾ ഫ്രം സൺഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജാനകി വിൽ റിപ്ലൈ ദാറ്റ് ഷീ വുഡ് നോട്ട് ബി അവൈലബിൾ ഫ്രം സൺഡേ. അവിടെ വിൽ എന്തായിട്ട് മാറും, വുഡ് ആയിട്ട് മാറും. നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞതുപോലെ ജാനകി വിൽ റിപ്ലൈ ദാറ്റ് ഷീ വുഡ് നോട്ട് ബി അവൈലബിൾ ഫ്രം സൺഡേ. സോ ദിസ് ഇസ് ഓൾസോ ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഇവിടെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചറിലാണ് ഇത് വരുന്നത്. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായി. സിമ്പിൾ പ്രസന്റും സിമ്പിൾ ഫ്യൂച്ചറും വന്നാൽ നിങ്ങൾക്ക് അധികം കോംപ്ലിക്കേഷൻസോ റൂൾസോ ഒന്നും തന്നെ വരുന്നില്ല. സിമ്പിൾ പാസ്റ്റ് ഇന്റർഫിയർ ആയിട്ട് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, കൂടുതൽ റൂൾസും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം.
മേക്ക് ദ സെൻറ്റൻസസ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ടു റിപ്പോർട്ട് ഇറ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നൊരു ടെൻസ് ഇല്ലേ, ഹാസ് ഓർ ഹാവ് പ്ലസ് V3, അതിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ ടൈപ്പ് ഒരു 4 എണ്ണം ഉണ്ട്, അത് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദിയ അഗെയിൻ. ദിയ, ഷബ്ന, ആദില. Yes, ma'am. Yeah. Okay, ma'am. Manu has said, I like my school very much. Answer, Manu has said that he likes his school very much. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ എന്താണ്, ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 എന്ന് വരുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് റിപ്പോർട്ടിംഗ് വേർബ് വരുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിന് എന്ത് ടെൻസിലാണോ ക്വസ്റ്റ്യനിലുള്ളത് അതേ ടെൻസിൽ തന്നെ ആൻസറിലും എഴുതുക. അപ്പോൾ മനു ഹാസ് സെഡ് ദാറ്റ്, മനു ഒരു ബോയ് ആയതുകൊണ്ട് ഹീ എന്ന് എഴുതുക. ദാറ്റ് ഹീ ലൈക്സ് ഹിസ് സ്കൂൾ വെരി മച്ച്. ഐ ലൈക്ക് മൈ സ്കൂൾ എന്നുള്ളത് ഹീ ലൈക്സ് ഹിസ് സ്കൂൾ എന്നായിട്ട് മാറി, ബിക്കോസ് മനു ഒരു ആൺകുട്ടി ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു. യെസ്, ഷബ്ന, യു ക്യാൻ റീഡ് ദ സെക്കൻഡ് വൺ. Sheila has told I never watch Hindi movies. Sheila has told that she never watched Hindi movies. വാച്ച് ആണോ വാച്ചസ് ആണോ ആൻസറിൽ? Watches. വാച്ചസ്. ശ്രദ്ധിക്കണം കേട്ടോ, അതായത് നമ്മൾ ഷീ, ഹീ, ഷീ, ഇറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ വാച്ച് എന്ന് പറയരുത്, സിംഗുലർ വേർബായിട്ട് വാച്ചസിലേക്ക് മാറ്റണം. സോ ഷീല ഹാസ് ടോൾഡ് ദാറ്റ് ഷീ നെവർ വാച്ചസ് ഹിന്ദി മൂവീസ്. യെസ്, നെക്സ്റ്റ് വൺ ആദില. യെസ് ആദില, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. Robert has asked. Yes, ma'am. ചെറുതായിട്ട്. വായിച്ചോളൂ, കുഴപ്പമില്ല. Robert has asked Rita, give me the application form. Robert has asked Rita to give him the application form. അപ്പൊ എന്താണ്, റോബർട്ട് ഹാസ് ആസ്ക്ഡ് റീത്ത ടു ഗിവ് ഹിം ദ ആപ്ലിക്കേഷൻ ഫോം. ഗേവ് എന്ന് പറയില്ല, ടു ഗിവ് എന്നേ പറയുള്ളൂ. പ്രസന്റ് ടെൻസിലെ നമ്മളെ വെക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ നമ്മൾ സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് ടെൻസ് മാറ്റുന്നില്ല. റോബർട്ട് ഹാസ് ആസ്ക്ഡ് റീത്ത ടു ഗിവ് ഹിം ദ ആപ്ലിക്കേഷൻ ഫോം, അങ്ങനെ തന്നെ നമ്മൾ വെക്കുന്നു. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, ഹന്ന. ഹന്നയുടെ നെയിം എന്താണ്? ഹന്ന ഷാമിൽ. ഹന്ന ഓഡിബിൾ ആണോ? എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഹന്ന ഷാമിൽ, വാട്ട്സ് യുവർ നെയിം? ഹന. ഹന. ഹന എവിടെ നിന്നാണ്? വേർ ആർ യു ഫ്രം? മലപ്പുറം. മലപ്പുറം. ആർ യു ബോയ് ഓർ ഗേൾ? ഗേൾ. ഗേൾ. ഓക്കെ ഓക്കെ. എനിക്ക് നെയിം ഹന എന്ന് പറയുമ്പോൾ ബോയ് ആണോ ഗേൾ ആണോ, കുറേ പിള്ളേരുടെ നെയിംസ് ഇപ്പോൾ മാറി പോകുന്നുണ്ട്. ഓക്കെ, വേർ ആർ യു ഫ്രം? മലപ്പുറം. ഓക്കെ. ഇതിനു മുമ്പ് ഫസ്റ്റ് ടൈം ആണോ ഈ ക്ലാസ്സിൽ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ? അല്ല. ആണോ? ഇതിനു മുമ്പ് പക്ഷെ ഞാൻ അങ്ങനെ ഒരു നെയിം കണ്ടിട്ടില്ല കേട്ടോ, അതാ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഫോർത്ത് എക്സാമ്പിൾ ഒന്ന് റീഡ് ചെയ്യൂ. മനോജ് ഹാസ് കണ്ടിന്യൂ. thought one day we all will die. ആൻസർ, Manoj has thought once that one day they all will die. ഓക്കെ. സോ മനു, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ നെയിം വിളിക്കുമ്പോൾ എക്സാമ്പിൾസ് ഇങ്ങനെ റീഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ശ്രദ്ധിക്കുക. മനോജ് ഹാസ് തോട്ട് വൺസ് വൺ ഡേ വി ഓൾ വിൽ ഡൈ. മനോജ് ഒരിക്കൽ ആലോചിച്ചു ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മനോജ് ഹാസ് തോട്ട് വൺസ് ദാറ്റ് വൺ ഡേ ദേ ഓൾ വിൽ ഡൈ. എന്തുകൊണ്ട് ഇവിടെ വി ഓൾ വിൽ ഡൈ എന്നുള്ളതിനെ നമ്മൾ ദേ ഓൾ വിൽ ഡൈ എന്ന് മാറ്റുന്നു? ബിക്കോസ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ സബ്ജക്റ്റിന് മാറ്റം വരുത്തണം. അപ്പോൾ മനോജ് ഹാസ് തോട്ട് വൺസ് ദാറ്റ് വൺ ഡേ ദേ ഓൾ വിൽ ഡൈ. അപ്പം നമ്മളെല്ലാവരും എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അവരെല്ലാവരും എന്നായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിവിടെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ആൻസേഴ്സ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ചേഞ്ച് ദ സെൻറ്റൻസസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. എല്ലാം സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത്. അതായത് ഞാൻ പറയുന്നത് റിപ്പോർട്ടിംഗ് വേർബ് എല്ലാം സിമ്പിൾ പാസ്റ്റിലാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ജസ്റ്റ് 6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, മോഹൻ സെഡ് ഐ ആം വർക്കിംഗ് ഇൻ ആൻ IT കമ്പനി. ഒന്നുകൂടെ പറയാം. മോഹൻ സെഡ് ഐ ആം വർക്കിംഗ് ഇൻ ആൻ IT കമ്പനി. ഓക്കെ, ദിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് നോക്കൂ ഒന്ന്. Mohan said that he working in an IT company. ഒന്നുകൂടെ പറയൂ. മോഹൻ സെഡ് ദാറ്റ്, അതുവരെ കറക്റ്റ്. പിന്നെ
He working. വർക്കിംഗ് അല്ലല്ലോ, ആമിന് He's പകരം working in a. ആമിന് പകരം അവിടെ Yes, ഒരു ma'am. വേണം. Mohan said he's working in an IT company. ഓക്കെ, ഹി ഈസ് വരില്ല, ഹി വാസ് വർക്കിംഗ് ഇൻ ആൻ IT കമ്പനി എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? കാരണം എന്താണ്, സെഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ് ഏത് ടെൻസിലാണ്? സെഡ് ഏത് ടെൻസിലാണുള്ളത്? പാസ്റ്റ് ടെൻസിലാണുള്ളത്. സെഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ ഞാൻ എന്ത് ചെയ്യണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ചാർട്ട് പോലെ പഠിച്ചില്ലേ? റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ചേഞ്ചസ് ടു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതുപോലെ ഇപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്ന സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുന്നു. അപ്പോൾ മോഹൻ സെഡ് ദാറ്റ് ഹി വാസ് വർക്കിംഗ് ഇൻ ആൻ IT കമ്പനി. ഈസി അല്ലേ? വെരി ഈസി ആണ് ഇതൊക്കെ. ഓക്കെ, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാർത്തിക് ക്ലെയിംഡ് the company provides a decent salary package. claimed എന്ന് വെച്ചാൽ പറഞ്ഞു എന്നുള്ള മീനിങ്. അതിന്റെ മറ്റൊരു വാക്കാണ് ക്ലെയിം ചെയ്തു. ക്ലെയിംഡ് എന്ന് പറയുന്നത് അഭിപ്രായപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, കാർത്തിക് claimed the company provides a decent salary package. Adila, can you try this? Karthik claimed that the company provide a decent salary package. ഒരു ക്ലൂ തരാം. ക്ലെയിംഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് അല്ലേ? ക്ലെയിംഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലുള്ള വേർഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? ദ കമ്പനി പ്രൊവൈഡ്സ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? എന്താണ് പ്രൊവൈഡ്സിന്റെ പാസ്റ്റ് ടെൻസ്? എന്താ പറയൂ? പ്രൊവൈഡ്സ് എന്നുള്ളത് ഒരു വേർബ്, അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? പറയൂ. പാസ്റ്റ് ടെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രൊവൈഡഡ്. അപ്പൊ എങ്ങനെ പറയണം? കാർത്തിക് ക്ലെയിംഡ് ദാറ്റ് ദ കമ്പനി പ്രൊവൈഡഡ് എ ഡീസന്റ് സാലറി പാക്കേജ്. എത്ര പ്രാവശ്യം നമ്മളിത് പറഞ്ഞു? കുറേ പ്രാവശ്യം പറഞ്ഞല്ലോ. സിമ്പിൾ പാസ്റ്റ് റിപ്പോർട്ടിംഗ് വേർബ് വന്നാൽ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും എന്ന് പറഞ്ഞു. ആദ്യത്തെ റൂൾ അതായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ചേഞ്ചസ് ടു പാസ്റ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സാരല്ല, ഇനി നോക്കാം. നെക്സ്റ്റ് വൺ. ശങ്കർ ഇന്റർഫിയർഡ് ആൻഡ് സെഡ്. ശങ്കർ ഇടപെട്ട് പറഞ്ഞു ദ കമ്പനി ഹാസ് ഡൺ മെനി ചാരിറ്റബിൾ വർക്ക്സ്. ശ്രദ്ധിക്കുക, ശങ്കർ ഇടപെട്ട് പറഞ്ഞു. സെഡ് പാസ്റ്റ് ടെൻസ് ആണ്, റിപ്പോർട്ടിംഗ് വേർബ്. ദ കമ്പനി ഹാസ് ഡൺ മെനി ചാരിറ്റബിൾ വർക്ക്സ്. ഇത് എന്ത് ടെൻസിലുള്ളത്? അത് പറയൂ നിങ്ങൾ. ദ കമ്പനി ഹാസ് ഡൺ മെനി ചാരിറ്റബിൾ വർക്ക്സ്. ഇത് ഏത് ടെൻസിലാ വരുന്നത്? ആരെങ്കിലും ഒരാൾ പറയും. നിങ്ങളിതൊക്കെ പറയണം, അപ്പോഴേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ഈ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനൊരു 2 ക്ലാസ്സും കൂടെ ഞാൻ നോക്കും. നിങ്ങൾക്ക് ആരും നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറച്ച് നല്ല കീൻ ആയിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇതിപ്പോൾ പോകെ പോകെ സ്ട്രെങ്ത് കുറഞ്ഞാ വരുന്നത്. ആകെ 5 പേരുണ്ടായിരുന്നു, അതിപ്പോൾ പിന്നെ 3 ആയി, ഇപ്പോൾ പിന്നെ 4 ആയിട്ടുണ്ട്. ഹന്ന ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. മാത്സ് ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഹന്ന ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ കയറിയിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എക്സിറ്റ് ആയി പോയിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മക്കളെ? പറയൂ, ഇത് ഏത് ടെൻസിലാണുള്ളത്? കമ്പനി ഹാസ് ഡൺ മെനി ചാരിറ്റബിൾ വർക്ക്സ്. ഇങ്ങനെ ഒരു സെന്റൻസ് തന്നാൽ ഇതിന്റെ ടെൻസ് എന്താ? ഹാസ് പ്ലസ് V3 ഏത് ടെൻസ് ആണ്? ഇനി ഇതിൽ കൂടുതൽ ക്ലൂ തരാം. നിങ്ങളത് ആൻസർ ചെയ്തില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഈ ജനുവരി വരെ ക്ലാസ് എടുത്തിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം നമ്മുടെ ക്ലാസ്സസ്. ജനുവരി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും. നെക്സ്റ്റ് ഫ്രൈഡേ നിങ്ങൾക്ക് മാത്സ് സാർ എടുത്തോട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ ഈ 30th ഞാൻ എന്താ വിചാരിച്ചിരുന്നതെന്നറിയോ? ഈ വരുന്ന വീക്ക് തൊട്ടിട്ട് നിങ്ങൾക്ക് വീക്കിലി 2 ദിവസം ഇംഗ്ലീഷ് എടുക്കാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തേഴ്സ്ഡേയും സാറ്റർഡേയും ഇംഗ്ലീഷും എന്താണ് ഫ്രൈഡേ സാറുടെ മാത്തും, അങ്ങനെയൊക്കെ പോവാന്നൊക്കെ മിസ് വെറുതെ ഡ്രീം ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ തീരെ ഒരു റെസ്പോൺസീവ് ഇല്ല. നിങ്ങൾ റെസ്പോൺസീവായിട്ട് വേണ്ടേ മക്കളെ? നിങ്ങൾ ടീച്ചർക്ക് അപ്പോഴല്ലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തെറ്റിയാലും സാരല്ലേ, അതാ ഞാൻ പറയുന്നത്. തെറ്റിക്കോട്ടെ,
പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഞാൻ ഇത്രയൊക്കെ തൊണ്ടയിട്ട് അയച്ചിട്ട് ആണ് എനിക്കൊരു ഉത്തരം കിട്ടുന്നത്. ശരി. ശങ്കർ ഇന്റർഫിയർഡ് ആൻഡ് സെഡ് ദ കമ്പനി ഹാസ് ഡൺ മെനി ചാരിറ്റബിൾ വർക്ക്സ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിലേക്ക് മാറും? എന്തായിട്ട് മാറ്റണം നമ്മൾ? ആ റൂളിൽ നമ്മൾ പഠിച്ചു. ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ചേഞ്ചസ് ടു എന്ത്? നിങ്ങൾക്ക് എവിടെയും കിട്ടാത്തൊരു സൗകര്യം ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് ഫോർ ഫ്രീ. ഓരോ സ്ഥലത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അറിയാം, ക്ലാസ്സിനെ നിങ്ങൾ ഫീസ് പേ ചെയ്യുന്നുണ്ട്. പിന്നെ റെക്കോർഡിംഗ് ഒക്കെ അവൈലബിൾ ആക്കണമെങ്കിൽ അതിന് അഡീഷണൽ പേയ്മെന്റ് അവർ ചോദിക്കും. എല്ലാം കൂടെ ചേർത്തിയിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് അവർ പറയാം. ഇതിപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ടൈമിന് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കൂടെ? തമിഴ്നാട്ടിലൊക്കെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയോ? മൊബൈൽ ഫോൺ സമയത്തിന് കിട്ടാത്തത് കൊണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? അവരച്ഛനും അമ്മയും ഫോൺ എപ്പോഴാണോ അവർക്ക് കൊടുക്കുന്നത് ആ സമയത്ത് ഇതിന്റെ ഗ്രൂപ്പിൽ അവരുണ്ടാവും. റെക്കോർഡിംഗ് അവർക്ക് സൗകര്യമുള്ള സമയത്തിൽ അവരത് വാച്ച് ചെയ്തിട്ട് അവർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അവർ മന്ത്ലി സ്കോളർഷിപ്പ് വാങ്ങുന്നുണ്ട്. 2000, 3000, ഒരു വർഷം 12,000 ഒക്കെയാണ് ഈ NMMS എക്സാമിനൊക്കെ. അപ്പൊ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എനർജറ്റിക് ആവണ്ടേ? അപ്പൊ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദിയ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എങ്ങനെ വരും? റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തരൂ. ആരാ പറഞ്ഞത്? ആദില. സോറി, ആദില ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Shankar interfered and said that the company had been done many charitable work. Yes. Shankar interfered and said that the company had done many charitable works. അത്രയേ ഉള്ളൂ. ഹാസിനെ ഹാഡ് ആക്കി മാറ്റി, ഒന്നും ചെയ്തില്ല. ഒറ്റ ലെറ്റർ മാത്രം ഇവിടെ മാറ്റി ഞാൻ, വേറെ ഒരു മാറ്റവും വരുത്തിയില്ല. ഇത് നിങ്ങൾ ചെയ്താൽ 2 മാർക്കാണ് മക്കളെ നിങ്ങൾക്ക്. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിന് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കായിരുന്നു. ഇപ്പൊ എത്ര മാർക്കാന്ന് എനിക്കറിയില്ല. 1 മാർക്ക് ആണെങ്കിലും 1 മാർക്ക് വലിയ കാര്യമല്ലേ? ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കൂ കേട്ടോ. ഇനി അടുത്തത്, റവീണ came and uttered the boss is calling. ഇത് വളരെ സിമ്പിൾ ആയ ചോദ്യം. യെസ്, ദിയ ഒന്ന് പറയൂ, ആൻസർ പറയൂ. Yes, ma'am. Ravina came and uttered that the boss was calling. വെരി ഗുഡ്. റവീണ came and uttered that the boss was calling. ഇനി അടുത്തത്, രാഹുൽ said the boss called us just now. രാഹുൽ പറഞ്ഞു ബോസ് ഞങ്ങളെ ജസ്റ്റ് ഇപ്പൊ വിളിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കും ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്? ആദില ട്രൈ ചെയ്ത് നോക്കൂ. Rahul said that the boss called us just then. The boss called us ആണോ പറയുന്നത്? സബ്ജക്റ്റ് us എന്നാണോ പറഞ്ഞത്? us അല്ല സബ്ജക്റ്റ് വരിക. ഞങ്ങളെ എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രസന്റ്, അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ബോസ് ഞങ്ങളെ ഇപ്പൊ വിളിച്ചു എന്ന് പറയും. പക്ഷെ അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദില പോയി വേറൊരാളുടെ അടുത്ത് called them just now. വെരി ഗുഡ്. ജസ്റ്റ് ദെൻ എന്നാവും. നൗ എപ്പോഴും ദെൻ ആക്കി മാറ്റണം. നമ്മളൊരു ചാർട്ട് പഠിച്ചില്ലേ? ഓക്കെ, ടുഡേ എന്നുള്ളതിന് ദിസ് ഡേ, യെസ്റ്റർഡേ എന്നുള്ളതിന് ദ പ്രീവിയസ് ഡേ, അതുപോലെ ദെൻ എന്നുള്ളതിന് നൗവിന് ദെൻ ആക്കി മാറ്റണം കേട്ടോ. വെരി ഗുഡ്, നല്ല അറ്റംപ്റ്റ് കൊടുത്തു. രാഹുൽ സെഡ് ദാറ്റ് ദ ബോസ് കോൾഡ് ദം ജസ്റ്റ് നൗ. മനസ്സിലാവുന്നുണ്ടോ മറ്റുള്ളവർക്ക്? അസ് എന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങളെ, അവരെ എന്ന് വാക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. എന്താ, അതായത് ഇപ്പോ ആദില വന്നിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ് ബോസ് നമ്മളെ വിളിച്ചു കിട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതേ കാര്യം ആദില കുറച്ചു നേരം കഴിഞ്ഞ് ആദിലേന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയാണ്, കുറച്ചു മുമ്പ് അവരെ ബോസ് അവരെ വിളിച്ചു അത്രേ. അപ്പോ എന്റെ ബോസിനെയാണ് അവരുടെ ബോസ് എന്ന് അവർ പറയുന്നത്. അപ്പൊ അവരുടെ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഞാനും എന്റെ കൊളീഗ്സുമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ബോസ് എന്ന് പറയുമ്പോൾ their ബോസ്, അല്ലെങ്കിൽ the boss called them just then. നൗ എന്നുള്ളതിന് then ആക്കി മാറ്റണം. എന്തുകൊണ്ടാണ് ഇത് മാറ്റുന്നത്? നൗവിനെ നൗ ആയിട്ട് വെച്ചാൽ എന്താ കുഴപ്പം? നിങ്ങൾ ഡയറക്റ്റ് സ്പീച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8:45 റിപ്പോർട്ട് ചെയ്യുന്നത് 9 മണി കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 10 o'clock. അപ്പം നിങ്ങൾ ഡയറക്റ്റ് സ്പീച്ചിന്റെ ടൈമും റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ടൈമും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? കഴിഞ്ഞു പോയതിനല്ലേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക.
അതുകൊണ്ടാണ് നമ്മൾ നൗൺ ഒക്കെ ഉള്ളതിനെ then എന്നാക്കി മാറ്റണം എന്ന് പറയുന്നത്. Okay, now the last question. The boss said, I am your new boss from today. The boss said, I am your new boss from today. Yes, ദിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. The boss said that he was your new boss from today. യുവർന്ന് പകരം എന്ത് വരും? അവരുടെ എന്നാവില്ലേ? അപ്പൊ എന്ത് വരും? ഒന്നും കൂടെ പറഞ്ഞു നോക്കൂ. The boss said that he was Our new boss from today. അല്ലടാ, ഞാനൊരു സിറ്റുവേഷൻ തരാം. ഞാനാണ് ബോസ് നിങ്ങളുടെ. അപ്പൊ ഞാൻ പറയാണ് ഐ ആം യുവർ ന്യൂ ബോസ് ഫ്രം ടുഡേ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിപ്പോ ദിയ വീട്ടിൽ പോയിട്ട് ദിയയുടെ പേരൻസിന്റെ അടുത്ത് പറയാണ്, ബോസ് വന്നിട്ട് പറഞ്ഞു അവരാണ് എന്താണ്, ഐം സോറി, ഒരു മിനിറ്റ്. ദ ബോസ് സെഡ് ഐ ആം യുവർ ന്യൂ ബോസ് ഫ്രം ടുഡേ. സോ ദ ബോസ് സെഡ് ഐ ആം എന്തായിട്ട് വരും? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിയയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ഏതോ ഒരു കമ്പനീൻ്റെ ബോസാണ്. ഞാൻ എൻ്റെ കമ്പനീൻ്റെ സ്റ്റാഫുകളോട് പറയുന്നുണ്ട് ഐ ആം യുവർ ന്യൂ ബോസ് ഫ്രം ടുഡേ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇത് ദിയ കണ്ടു. ഇപ്പൊ ദിയ വീട്ടിൽ പോയിട്ട് പറയാണ് ആ കമ്പനിയിൽ ഒരു ബോസ് ഉണ്ടല്ലോ, ആ ബോസ് അവരെ ക്ലയന്റുകളോടൊക്കെ പറഞ്ഞു ഞാനാണ് അയാളാണ് അവരുടെ ന്യൂ ബോസ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ന് പറയാൻ ഹീ നിങ്ങൾ യൂസ് ചെയ്തു. ബോസ് പെണ്ണും ആവാട്ടോ, വുമൺ ബോസ് ആയിക്കൂടെ, അപ്പൊ ഷീയും പറയാം. അവരുടെ എന്ന് പറയുമ്പോൾ ദെയർ എന്നായിട്ട് ഇവിടെ മാറും. The boss said that he was their new boss from that day. Today അല്ല, that day എന്നായിട്ട് മാറും. The boss said that he was their new boss from that day. ഇങ്ങനെയാണ് വരേണ്ടത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, നൗ മൂവിങ് ടു ദ ആൻസേഴ്സ്. യെസ്, ഇങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. ലാസ്റ്റ് വൺ നോക്കൂ. The boss said that he was his new boss. ഹിസ് ന്യൂ ബോസ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ നിങ്ങൾക്ക് യുവർ എന്നുള്ളത് ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞ പോലെ എന്നുള്ള രീതിക്കാണെങ്കിൽ ഹിസ് എന്ന് എടുക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ദെയർ ന്യൂ ബോസ് എന്ന് ആക്കേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നു. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രൊനൗൺസ് ആൻഡ് അഡ്വേർബിയൽസ്. നമ്മൾ ഈ ഒരു പാർട്ടും കൂടെ നമുക്ക് ഇനി അധികം വരുന്നില്ല. ഒരു സെക്കൻഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് 1 2 യെസ് 2 സ്ലൈഡ്സും കൂടെ ഉള്ളൂ. ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വി ക്യാൻ വൈൻഡ് അപ്പ്. ഓക്കെ, യെസ്, ഫസ്റ്റ് വൺ ഹന്ന ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഹന്ന, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, ഷബ്ന പ്ലീസ് റീഡ് ഇറ്റ്. ഫസ്റ്റ് വൺ വായിക്കൂ. യെസ്, ഹന്നയാണെങ്കിൽ ഹന്ന റീഡ് ചെയ്യൂ. Savita told the principal, I will not be able to come to school during the next week as I have been advised bed rest for my leg injury. ഓക്കെ, അപ്പൊ എന്താണ്? ഇതൊരു ലോങ് സെന്റൻസ് ആണ് അല്ലേ? സവിത ടോൾഡ് ദ പ്രിൻസിപ്പൽ, സവിത പ്രിൻസിപ്പളോട് പറഞ്ഞു ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടു സ്കൂൾ ഡ്യൂറിങ് ദ നെക്സ്റ്റ് വീക്ക്. ആസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് എന്നുള്ള മീനിങ് ആണ്. ആസ് ഐ ഹാവ് ബീൻ അഡ്വൈസ്ഡ് ബെഡ് റെസ്റ്റ് ഫോർ മൈ ലെഗ് ഇഞ്ചുറി. അപ്പോൾ ഇത് വന്നിട്ട് സിമ്പിൾ പാസ്റ്റിലാണ്. എന്ത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാൻ കാരണം ടോൾഡ് എന്നാണല്ലോ പറയുന്നത്. സവിത ടോൾഡ് ദ പ്രിൻസിപ്പൽ. അപ്പോൾ ടോൾഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, റിപ്പോർട്ടിംഗ് വേർബ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ഐ വിൽ നോട്ട് ബി എന്നുള്ളതൊക്കെ അവിടെ മാറും. എങ്ങനെ വരുന്നു നോക്കാം. സവിത ടോൾഡ് ദ പ്രിൻസിപ്പൽ ദാറ്റ് ഷീ വുഡ് നോട്ട് ബി ഏബിൾ ടു കം ടു സ്കൂൾ ഡ്യൂറിങ് ദ നെക്സ്റ്റ് വീക്ക് എന്നുള്ളതിന് നമ്മൾ ഡ്യൂറിങ് ദ ഫോളോയിങ് വീക്ക് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീക്ക് നോക്കി. നെക്സ്റ്റ് എന്നുള്ളതിന് ഫോളോയിങ് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് വീക്ക് എന്നതിന് പകരം ഡ്യൂറിങ് ദ ഫോളോയിങ് വീക്ക് ആസ് ഷീ ഹാഡ് ബീൻ അഡ്വൈസ്ഡ് ബെഡ് റെസ്റ്റ് ഫോർ ഹെർ ലെഗ് ഇഞ്ചുറി. ഐ ഹാവ് ബീൻ എന്നുള്ളത് മാറിയിട്ട് ഷീ ഹാഡ് ബീൻ എന്നായിട്ട് മാറും. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. So, Savita told the principal that she would not be able to come to school during the following week as she had been advised bed rest for her leg injury. Okay, Savita ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് നമ്മൾ her, she എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. യെസ്, നെക്സ്റ്റ് വൺ നോക്കാം. ഷബ്ന, സെക്കൻഡ് സെന്റൻസ് റീഡ് ചെയ്യൂ.
My teacher said you can try for the Commonwealth scholarship for your studies in UK. Simple past. ഓക്കെ, അപ്പോൾ ഇവിടെ മൈ ടീച്ചർ സെഡ് എന്നാണ്. അപ്പോൾ സെഡ് എന്നുള്ളത് വീണ്ടും സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ഒരു റിപ്പോർട്ടിംഗ് വേർബാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക വീണ്ടും നോക്കാം. മൈ ടീച്ചർ സെഡ് ദാറ്റ് ഐ കുഡ് ട്രൈ ഫോർ ദ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ഫോർ മൈ സ്റ്റഡീസ് ഇൻ ദ UK. അതായത് ഐ വന്നാൽ യുവിലേക്കും യു വന്നാൽ ഐയിലേക്കും മാറ്റണം. അതായത് ടീച്ചർ, ഞാനിപ്പോൾ ടീച്ചർ ഷബ്നയോട് പറയാണ്, ഷബ്ന യു ക്യാൻ ട്രൈ ഫോർ ദ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ഫോർ യുവർ സ്റ്റഡീസ് ഇൻ ദ UK. അപ്പം ഇത് ഷബ്ന വീട്ടിൽ പോയിട്ട് പറയുമ്പോൾ മൈ ടീച്ചർ സെഡ് ദാറ്റ് എനിക്ക് കോമൺവെൽത്ത് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഐ ആയിട്ട് മാറുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ യുവിനെ ഐ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. സോ മൈ ടീച്ചർ സെഡ് ദാറ്റ് ഐ കുഡ് ട്രൈ ഫോർ ദ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ഫോർ മൈ സ്റ്റഡീസ് ഇൻ ദ UK. ഓക്കെ, നെക്സ്റ്റ് വൺ ഷാദിയ. Yes, ma'am. Tom complained, Jerry, you started the fight tonight and I was the one who had to pay for it. Simple past. So here you can see Tom complained. Complained Answer. Tom complained that Jerry had started the fight that night. വായിച്ചോളൂ ഷാനി, ദിയ വായിച്ചോളൂ. Tom complained that Jerry had started the fight that night. And he was the one who had to pay for it. അപ്പോൾ എന്താണ്, സിമ്പിൾ പാസ്റ്റിലാണ് കംപ്ലൈൻറ്റ് എന്ന വേർഡ് വരുന്നത്. റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ യു സ്റ്റാർട്ടഡ് ദ ഫൈറ്റ് എന്നുള്ളത് മാറി ജെറി ഹാഡ് സ്റ്റാർട്ടഡ് ദ ഫൈറ്റ്. ദാറ്റ് ടൊണൈറ്റ് എന്നുള്ളതിന് ദാറ്റ് നൈറ്റ് എന്ന് മാറ്റണം. ആൻഡ് ഐ വാസ് ദ വൺ എന്ന് പറയുന്നതിന് ആൻഡ് ഹീ വാസ് ദ വൺ ഹൂ ഹാഡ് ടു പേ ഫോർ ഇറ്റ്. ഓക്കെ, ഇപ്പോൾ വിസിബിൾ ആണോ സ്ക്രീന്? ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ അല്ലെങ്കിൽ പറയൂ, ഞാനൊന്ന് വീണ്ടും മാറ്റാം. ഒരു സെക്കൻഡ്, അത് റിപ്പീറ്റ് ചെയ്യാ. ഓക്കെ, ഇപ്പോൾ സ്ക്രീന് കാണുന്നുണ്ടോ? യെസ് ഓർ നോ? Yes, ma'am. Okay, so Tom complained that, thank you, that Jerry had started the fight that night and he was the one who had to pay for that. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എല്ലാം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നുണ്ട്. യു സ്റ്റാർട്ടഡ് എന്നുള്ളതിന് ജെറി ഹാഡ് സ്റ്റാർട്ടഡ് എന്ന് മാറ്റി. പിന്നെ ഇവിടെ ഐ വാസ് ദ വൺ ഹൂ ഹാഡ് ടു പേ ഫോർ ഇറ്റ്, അതിനെ നമ്മൾ ഹീ വാസ് ദ വൺ ഹൂ ഹാഡ് ടു പേ ഫോർ ദാറ്റ്. ഇറ്റ് എന്നുള്ളതിനെ ദാറ്റ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ടോമിനെയാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ടോം ആൺകുട്ടി ആയതുകൊണ്ടാണ് ഹീ വാസ് ദ വൺ എന്ന് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് വൺ, യെസ്, ഇറ്റ് ഈസ് ഫോർ ആദില. Jerry told Tom, I will not tease you anymore if you promise not to threaten me from today. സിമ്പിൾ പാസ്റ്റ്. ആൻസറും റീഡ് ചെയ്തോളൂ. Jerry told Tom that she would not tease him anymore if he promises not to threaten her from that day. കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇവിടെ അല്ലേ. ജെറി ടോൾഡ് ടോം ദാറ്റ് ഷീ വുഡ് നോട്ട് മാറി വുഡ് നോട്ട് ആയിട്ട് മാറും. അപ്പോൾ ഐ എന്നുള്ളത് ജെറി, അപ്പോൾ ജെറിയാണ് ഇത് പറയുന്നത്. ജെറി ഒരു പെൺകുട്ടിയുടെ പേരായിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷീ വുഡ് നോട്ട് ടീസ് യു എന്ന് പറയുന്നത് ടീസ് ഹിം. ടോമിന് ടീസ് ചെയ്യില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ടീസ് ഹിം എനിമോർ ഇഫ് ഹീ പ്രോമിസസ് നോട്ട് ടു ത്രെട്ടൻ ഹെർ ഫ്രം ദാറ്റ് ഡേ. അപ്പോൾ എങ്ങനെ വരും? ജെറി ടോൾഡ് ടോം ദാറ്റ് ഷീ വുഡ് നോട്ട് ടീസ് ഹിം എനിമോർ ഇഫ് ഹീ പ്രോമിസസ് നോട്ട് ടു ത്രെട്ടൻ ഹെർ ഫ്രം ദാറ്റ് ഡേ. ടുഡേനെ നമ്മൾ ദാറ്റ് ഡേ എന്നാക്കി മാറ്റും. അതിൻ്റെ അർത്ഥം ജെറി ഒരു ഗേളും ടോം ഒരു ബോയും ആണെന്നാണ് ഇവിടുത്തെ നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ജെറി ടോമിനോട് പറയാണ്, ഞാൻ ഇനി നിന്നെ മേൽക്കൊണ്ട് ടീസ് ചെയ്യില്ല, പക്ഷെ നീ എനിക്ക് പ്രോമിസ് ചെയ്യണം, ഇനി മുതൽ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ ചെയ്യില്ല എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. So we have one last set of examples. Quick reading. Okay, Hannah, please read the first one. Yes, read ചെയ്തോളൂ ഹന്ന. മൈക്ക് ഓഫിലാണ്.
Both of them said we will be friends from now onwards. Simple past. Answer വായിച്ചോ. You read the answer also. Both of them said that they would be friends from then onwards. Okay. Both of them said that they would be friends from now എന്നുള്ളത് then ആക്കണം. From then onwards. Okay. Next one. Yes, Adila. They said we should eat more fruits and vegetables. Simple past. They said that they should eat more fruits and vegetables. ഷുഡ് ആയിട്ട് തന്നെ നിൽക്കുള്ളൂ കേട്ടോ, അത് മാറില്ല. അപ്പൊ they said that they should eat more fruits and vegetables. Yes, next one, Dia. Yes, ma'am. The teacher told Salim, the principal wants to see your parents tomorrow. Simple past. Answer. The teacher told Salim that the principal wanted to see his parents the following day. വെരി ഗുഡ്. ടുമോറോ എന്നുള്ളതിന് ദ ഫോളോവിങ് ഡേ എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്നും പറയാം. ഓക്കെ. യെസ്, ലാസ്റ്റ് വൺ ഞാൻ റീഡ് ചെയ്യാം. ഫോർത്ത് വൺ, ഷബ്ന, യു ക്യാൻ റീഡ് ഇറ്റ്. ഷബ്ന, ആർ യു ദർ? മൈക്ക് മ്യൂട്ടഡ് ആണ്. വായിക്കുകയാണെങ്കിൽ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വായിക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, ചാൻസ് ഹന്നയ്ക്ക് കൊടുക്കാം. ഹന്ന അധികം റീഡ് ചെയ്തിട്ടില്ലല്ലോ. ഹന്ന ഫോർത്ത് വൺ റീഡ് ചെയ്തോളൂ. Salim said, my father cannot come to school tomorrow as he is Yes, not. ma'am. ഞാൻ വായിച്ചാൽ മതിയോ? Who is that? One second. Let Hanna continue ചെയ്തോട്ടെ. Let Hanna continue. Salim said, my father cannot come to school tomorrow as he is not in town right now, but my mother will come and see you. Simple past. Okay. So here you can see Salim said, my father cannot come to school as he is not in the town right now, but my mother will come and see you. Simple past. Appo Salim said that his father could not come to school the following day. Tomorrow nulladine the following day, as he was not in the town right then. Right now nulladine right then, but his mother would come and see her അല്ലെങ്കിൽ see him. Principal പെണ്ണാണെങ്കിൽ ഹെർ എന്ന് പറയാം, ആണാണെങ്കിൽ ഹിം എന്ന് പറയാം. അപ്പം നിങ്ങളുടെ സ്കൂളിലത്തെ പ്രിൻസിപ്പൾ എന്ത് ജെൻഡർ ആണെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്കൂൾ ഡയറ്റീഷ്യൻ ടോൾഡ് ദ സ്റ്റുഡൻസ്. ഡയറ്റീഷ്യൻ ആരാണ്? നമ്മൾ എങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണം, ഡയറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്നവരെയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. സോ ദ സ്കൂൾ ഡയറ്റീഷ്യൻ ടോൾഡ് ദ സ്റ്റുഡൻസ്, യു മസ്റ്റ് കട്ട് ഡൗൺ ഓൺ ജങ്ക് ഫുഡ്സ് ഫ്രം ടുഡേ ആസ് ദേ ആർ നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അപ്പോൾ ഡയറ്റീഷ്യൻ ടോൾഡ് എന്നാണ്. ടോൾഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സോ യു ക്യാൻ സി ദ സ്കൂൾ ഡയറ്റീഷ്യൻ ടോൾഡ് ദ സ്റ്റുഡൻസ് ദാറ്റ് ദേ മസ്റ്റ് കട്ട് ഡൗൺ ഓൺ ജങ്ക് ഫുഡ്സ് ഫ്രം ദാറ്റ് ഡേ ആസ് ദേ ആർ നോട്ട് ഗുഡ് ഫോർ ദെയർ ഹെൽത്ത്. അവരുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ല. അവരെന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടികൾ, അവരുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ വിത്ത് ദിസ് വി ഹാവ് കംപ്ലീറ്റഡ് ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ. സോ നമുക്ക് ഇതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ. എല്ലാവരും റീഡ് ചെയ്യണം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റഡി സിമ്പിൾ, കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ റീഡ് ചെയ്യുന്നത്. അതൊരു 1 ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അത് വന്നിട്ട് നിങ്ങൾക്ക് തേഴ്സ്ഡേ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ് ഈസ് ഓൺ തേഴ്സ്ഡേ, ദാറ്റ് ഇസ് January 30th. ഇനി മുതൽ വീക്ക്ലി 2 days ക്ലാസ്സസ് വെക്കാം എന്നൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഇതേപോലെ ഇത് പോരാ, കുറച്ചും കൂടെ നിങ്ങൾ ആക്റ്റീവ് ആവണം. നിങ്ങൾ നല്ല എനർജറ്റിക് ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ January 30th നമ്മൾ ക്ലാസ്സസ് വൈൻഡപ്പ് ചെയ്യാം. എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ പറയണം. ഓക്കെ. ഫെബ്രുവരിയിൽ ക്ലാസ് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. ബട്ട് യു ഷുഡ് ബി അറ്റൻറ്റീവ്, യു ഷുഡ് ബി ആക്റ്റീവ് ഇൻ ദ ക്ലാസ്. അല്ലെങ്കിൽ എനിക്ക് ബോറടിയാ പിള്ളേരെ, ഇങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തൂടെ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഓക്കെ. സോ മീറ്റ് യു ഓൺ Thursday at 8 o'clock. Okay. Thank you, students. Good night and happy Okay, ma'am. Thank you. in